കിസ്മൻ ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വിഷ്ണു മോഹൻ, ഹയർ സെക്കൻഡറി വിഭാഗം ഹിന്ദി അധ്യാപകൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യയിലാദ്യമായി പഞ്ചായത്ത് തല നോളജ് സെന്ററും വിജ്ഞാന ഗ്രാമസഭയും റാന്നിയിലെന്ന് MLA പ്രമോദ് നാരായൺ. ഹ്യൂമാനിറ്റീസിലെ ആനിയ ജെ സാബു അവതരിപ്പിക്കുന്ന റിപ്പോർട്ട് കേൾക്കാം. റാന്നി നോളജ് വില്ലേജ് പദ്ധതിയുടെ ഭാഗമായി വിദ്യാഭ്യാസ മേഖലയുടെ പുരോഗതിക്കായി വിവിധ പദ്ധതികളാണ് MLAയുടെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നത്. മണ്ഡലത്തിലെ കുട്ടികൾക്ക് LSS, USS ഉൾപ്പെടെയുള്ള പരീക്ഷകൾക്ക് പരിശീലനം നൽകുക, കുട്ടികളുടെ അഭിരുചി നിർണ്ണയിച്ച ഉചിതമായ പഠന മേഖലയിലേക്ക് അവരെ നയിക്കുക, ഇംഗ്ലീഷ് പഠനം രസകരമാക്കാൻ ഇംഗ്ലീഷ് പിന്നാലെ എന്നിങ്ങനെ വിവിധ പദ്ധതികൾ ഈ വർഷം നടപ്പിലാക്കുകയാണ്. റാന്നി മണ്ഡലത്തിലെ 4ാം ക്ലാസ് മുതലുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കുമായി ടാലന്റ് മാപ്പിംഗ് നടത്തും. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ റാന്നി MS ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന യോഗം അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ MLA ഉദ്ഘാടനം ചെയ്തു. ഹയർ സെക്കൻഡറി ചെങ്ങന്നൂർ മേഖല ഉപമേധാവി VK അശോക് കുമാർ, പത്തനംതിട്ട DD അനിൽ, PR പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു. റാന്നി മേഖലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള അധ്യാപക പ്രതിനിധികളും PTA, മദർ PTA അംഗങ്ങൾ എന്നിവരും പരിപാടിയിൽ സജീവമായി ഉണ്ടായിരുന്നു. വൻ ജനപങ്കാളിത്തത്തോടെ ഞങ്ങളുണ്ടൊപ്പം പരിപാടി ജനഹൃദയങ്ങളിലേക്ക്. ഹ്യൂമാനിറ്റീസിലെ ഫാത്തിമ സുൽത്താൻ അവതരിപ്പിക്കുന്ന റിപ്പോർട്ടിലേക്ക്. കിസ്മം സ്കൂളിലെ അധ്യാപകരുടെ നേതൃത്വത്തിൽ സ്കൂളിലെ മുഴുവൻ ഹയർ സെക്കൻഡറി കുട്ടികളുടെ ഭവന സന്ദർശനം നടത്തി. രക്ഷകർത്താക്കളെ ക്ഷണിച്ച് ഞങ്ങളോടൊപ്പം പരിപാടി ശ്രദ്ധേയമായി. കുട്ടികളുടെ ജീവിത സാഹചര്യങ്ങൾ വിലയിരുത്തി തനത് പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുക എന്ന ലക്ഷ്യം കൂടി ഭവന സന്ദർശനത്തിന് ഉണ്ടായിരുന്നു. അതിൻ്റെ ആദ്യഘട്ടമായി മാതാപിതാക്കൾക്ക് ഞങ്ങളുണ്ട് ഒപ്പം എന്ന പേരിൽ ഏകദിന ശില്പശാല നടത്തി. ഉദ്ഘാടനം ബഹുമാനപ്പെട്ട പഞ്ചായത്ത് അംഗം ശ്രീമതി റിൻസി ബൈജു നിർവഹിച്ചു. വളരാം മക്കൾക്കൊപ്പം എന്ന വിഷയത്തിൽ ഡോക്ടർ അജിതാർ പിള്ളൈ ക്ലാസ് നയിച്ചു. ഡോക്ടർ അഖിൽ ആറിൻ്റെ നേതൃത്വത്തിൽ ഇറച്ചിക്കോഴി വളർത്തൽ പരിശീലനം മാതാപിതാക്കൾക്ക് നൽകി. തിരഞ്ഞെടുത്ത രക്ഷിതാക്കൾക്ക് ഇറച്ചിക്കോഴി കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യും. ലോകത്തിന്റെ വിവിധ ജീവിത കാഴ്ചകളിലേക്ക് കണ്ടുറക്കാൻ ഫിലിം ഫെസ്റ്റിവൽ ആഗസ്റ്റ് 23-ന്. റിപ്പോർട്ട് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഹ്യൂമാനിറ്റീസിലെ ആഷിൻ ജേക്കബ്. ലോക സിനിമകളെക്കുറിച്ചുള്ള അവബോധം കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുവാനും വേറിട്ട അനുഭവം പകരുവാനും ഫിലിം ഫെസ്റ്റിവൽ ആഗസ്റ്റ് 23-ന് കിസ്മം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. ക്ലാസ് മുറികളിൽ സജ്ജീകരിച്ചിരിക്കുന്ന 3 തിയേറ്ററുകളായി വിവിധ ഭാഷയിലുള്ള ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുക. കിസ്മം സ്വദേശിയായ രഞ്ജിത്ത് അഭിനയിച്ച ഒരു രാത്രി ദൂരം, മജീദ് മജിദിയുടെ വിഖ്യാത ഇറാൻ സിനിമ ചിൽഡ്രൻ ഓഫ് ഹെവൻ, ടോം ഡോക്കറുടെ റൺ ലോല റൺ തുടങ്ങി കുഞ്ഞു കാഴ്ചകളിൽ നവവസന്തം നിറയ്ക്കുന്ന 9ഓളം സിനിമകൾ പ്രദർശിപ്പിക്കും. സിനിമകൾക്കു ശേഷം സിനിമാ പ്രവർത്തകർ ഉൾപ്പെടുന്ന ചർച്ചകളും ഉണ്ടാവും. തിരുവനന്തപുരം അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ മിനിയേച്ചർ രൂപത്തിലാവും ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുക. ചലച്ചിത്രോത്സവം ഉദ്ഘാടനം ചെയ്യാൻ പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേം കൃഷ്ണൻ IAS എത്തിച്ചേരും. ചലച്ചിത്രോത്സവത്തിന്റെ ഭാഗമായി പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ ഹയർ സെക്കൻഡറി തലം വരെയുള്ള അധ്യാപകർക്കും കുട്ടികൾക്കുമായി 1.5 മിനിറ്റ് ദൈർഘ്യമുള്ള റീൽസ് മത്സരം നടത്തും. കുട്ടികൾക്കുള്ള വിഷയം ഹ്യൂമൻ റൈറ്റ് എന്നും അധ്യാപകർക്കുള്ള വിഷയം സ്ട്രെസ് എന്നുമാണ്. അടുത്ത വാർത്തയിലേക്ക്. പുനർജനി പദ്ധതിയുടെ ഭാഗമായി പാഠ്യേതര വിഷയങ്ങളിലുള്ള ക്ലാസുകൾ കിസ്മം സ്കൂളിൽ ആരംഭിച്ചു. ഈ വാർത്ത നിങ്ങൾക്കായി റിപ്പോർട്ട് ചെയ്യുന്നത് ഹ്യൂമാനിറ്റീസിലെ രശ്മി. കിസ്മം സ്കൂളിൽ പുനർജനി പദ്ധതിയുടെ ഭാഗമായി വിവിധ തരം ക്ലാസുകൾ ആരംഭിച്ചു. IAS കോച്ചിംഗ്, PSC കോച്ചിംഗ്, പ്ലേ വിത്ത് ഇംഗ്ലീഷ്, കാലിഗ്രഫി, എംബ്രോയിഡറി, ഫോട്ടോഗ്രാഫി, ബാഡ്മിൻ്റൺ ട്രെയിനിങ്, യോഗ എന്നിവയിലാണ് കുട്ടികൾക്ക് പരിശീലനം നൽകുന്നത്. എല്ലാ ദിവസവും രാവിലെ 1 മണിക്കൂറും വൈകിട്ട് 1 മണിക്കൂറുമാണ് ഈ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത്. കുട്ടികളുടെ വലിയ പങ്കാളിത്തം ഈ ക്ലാസുകളിൽ ഉണ്ട്. വിദഗ്ധ അധ്യാപകർ നയിക്കുന്ന IAS ട്രെയിനിങ് എല്ലാ ശനിയാഴ്ചകളിലുമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. മറ്റ് സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾക്കും പങ്കെടുക്കാവുന്ന വിധത്തിലാണ് IAS കോച്ചിംഗ് ക്ലാസുകൾ നടത്തുന്നത്. കിസ്മം സ്കൂളിന് പുതിയ ഹെഡ് മാസ്റ്റർ 9ാം ക്ലാസ്സിലെ നവനീത് കൃഷ്ണന്റെ റിപ്പോർട്ട് കേൾക്കാം. കിസ്മം സ്കൂളിലെ പുതിയ ഹെഡ് മാസ്റ്റർ ആയി ശ്രീ ഷാജി കുമാർ ചുമതലയേറ്റു. തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ കോരാണി സ്വദേശിയായ അദ്ദേഹം ഇടുക്കി ജില്ലയിലെ ഗവൺമെൻറ് HS വളകോട് സ്കൂളിൽ ഹെഡ് മാസ്റ്ററായി ജോലി നോക്കുകയായിരുന്നു. കോരാണി സോപാനം വീട്ടിൽ K ശിവദാസൻ, S സുലോചന എന്നിവരാണ് മാതാപിതാക്കൾ. കിസ്മം എന്ന ചെറു ഗ്രാമത്തിൻ്റെ ഒരു സാംസ്കാരിക കേന്ദ്രം കൂടിയാണ് നമ്മുടെ ചെറു പള്ളിക്കുളം. ഈ സ്കൂളിൽ ഹെഡ് മാസ്റ്ററായി വർക്ക് ചെയ്യാൻ കഴിയുന്നു എന്നതിൽ ഞാൻ അങ്ങേയറ്റം അഭിമാനിക്കുന്നു. വാർത്തകൾ അവസാനിക്കുന്നില്ല. അടുത്ത വാർത്തകളുമായി ഉടൻ ഞങ്ങളെത്തും. നമസ്കാരം.